Hi, welcome to English class. Let us start a new chapter. It is the third chapter of our first unit. Our first unit name is Ways of Learning. The third chapter name is 7 Suzuki's Speech. Here is a speech given to us. Let us start our language in use 3. Here we got two paragraphs about speech. Okay, listen. Sometimes people from different nations meet to discuss serious environmental concerns and important decisions are taken. The Earth Summit was such a meeting which happened in 1992 at Rio de Janeiro in Brazil. The meeting discussed the problem of how development can be achieved without damaging the environment. This is otherwise called sustainable development. A young girl from Canada named Seven Suzuki made a speech at this meeting. Let us read her speech. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. Sometimes people from different nations meet to discuss serious environmental concerns and important decisions are taken എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് നാഷൻ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള എല്ലാവരും കൂടി കൂടിയിട്ട് എന്ത് ചെയ്യും, ദേ മീറ്റ് ടു ഡിസ്കസ് സീരിയസ് എൻവയോൺമെൻറ്റൽ കൺസേൺസ്. ഭയങ്കരമായിട്ടുള്ള എന്താണ് എൻവയോൺമെൻറ്റൽ കൺസേൺ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെക്കുറിച്ചിട്ടൊക്കെയുള്ളൊരു സ്പീച്ചാണിത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അവർ ഡിസ്കസ് ചെയ്യായിരുന്നു. അവിടെ വെച്ചിട്ട് ദേ ആർ ടേക്കൺ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, അല്ലെ പ്രധാനപ്പെട്ട കുറേ ഡിസിഷൻസും എടുക്കാറുണ്ട്. ഹിയർ വി ഡിസ്കസ് അബൌട്ട് ദ എർത്ത് സമ്മിറ്റ്. It is happened in the year 1992 at Rio de Janeiro in Brazil. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1992 റിയോ ഡി ജനീറോയിൽ, അതായത് ബ്രസീലിൻ്റെ തലസ്ഥാനമാണ് റിയോ ഡി ജനീറോ. അവിടെ വെച്ചിട്ട് നടന്നിട്ടുള്ളൊരു എർത്ത് സമ്മിറ്റിനെ കുറിച്ചിട്ടാണ്. എർത്ത് സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഭൗമ ഉച്ചകോടി, അതായത് യുണൈറ്റഡ് നാഷൻസിലെ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഭൗമ ഉച്ചകോടി നടത്തിയിരുന്നു. അതായത് പ്രകൃതിയെക്കുറിച്ചിട്ടും പരിസ്ഥിതിയെക്കുറിച്ചിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട്. About the meeting discussed the problem of how development can be achieved without damaging the environment. ആ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് നമുക്ക് എങ്ങനെ പുരോഗതി കൈവരിക്കാം വിത്തൗട്ട് ഡാമേജിങ് ദ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ നശിപ്പിക്കാണ്ട് എങ്ങനെ പുരോഗതി കൈവരിക്കാം എന്നായിരുന്നു ആ മീറ്റിങ്ങിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ദിസ് ഈസ് അതർവൈസ് കാൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതിനെ നമുക്ക് വേറൊരു പേരിൽ പറയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് സുസ്ഥിര വികസനം എന്നാണ്. young girl from Canada named Seven Suzuki made a speech at this meeting. അപ്പോൾ ആ മീറ്റിങ്ങിലെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, കാനഡയിൽ നിന്നൊരു പെൺകുട്ടി, അതായത് സെവൻ സുസുക്കി എന്നുള്ള അതാണ് അവരുടെ പേര്, അവർ നടത്തിയൊരു സ്പീച്ചാണ്. അതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ എല്ലാവരും നോക്കി കണ്ടിരുന്ന ആ സ്പീച്ച്. അപ്പോൾ ആ സ്പീച്ചാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അത് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും, ഡെവലപ്മെൻറ്റുകൾ എങ്ങനെ കൊണ്ടുവരാം വിത്തൗട്ട് ഡാമേജിങ് ദ എൻവയോൺമെൻറ്റിനെ തകർക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെ വികസനങ്ങൾ കൊണ്ടുവരാം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സ്പീച്ചിലേക്ക് പോവാം. സെവൻ സുസുക്കീസ് സ്പീച്ച്. ഹലോ, I am Seven Suzuki speaking for ECO, the Environmental Children's Organization. We are a group of 12 and 13-year-old from Canada trying to make a difference. We raised all the money ourselves to come 6,000 miles to tell you adults you must change your ways. നമുക്ക് സ്പീച്ച് തുടങ്ങാം. സെവൻ സുസുക്കി സ്പീച്ച്. സെവൻ സുസുക്കി റിയോഡോ ജനീറോയിൽ നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ്. നടത്തിയ ഇയർ 1992 എർത്ത് സമ്മിറ്റിൻ്റെ സമയത്തായിരുന്നു നടത്തിയത്. ഹലോ, ഐ ആം സെവൻ സുസുക്കി സ്പീക്കിംഗ് ഫോർ ECO. അപ്പോൾ ഇവർ ആദ്യം അവരെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സെവൻ സുസുക്കിയാണ്. ഇവിടെ ദ എൻവയോൺമെൻറ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് കുട്ടികൾ പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ECO എന്നുള്ളത്. അതിൻ്റെ ഫുൾ ഫോമാണ് ദ എൻവയോൺമെൻറ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ. ഇത് അവരുടെ അത് 9th ഏജ്, അവരുടെ 9ാമത്തെ വയസ്സിൽ അവർ തന്നെ ഫൗണ്ട് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ECO എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ സ്പീച്ച് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. വി ആർ എ ഗ്രൂപ്പ് ഓഫ് 12 and 13-year-old ഫ്രം കാനഡ ട്രൈങ് ടു മേക്ക് എ ഡിഫറൻസ്. അവർ സ്പീച്ച് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഞങ്ങൾ വി ആർ എ ഗ്രൂപ്പ് ഓഫ് 12 and 13-year-old ഫ്രം കാനഡ, അല്ലെ കാനഡയിൽ നിന്നുള്ള 12-13 വയസ്സിനൊക്കെ ഇടയിലുള്ള കുട്ടികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. ട്രൈങ് ടു മേക്ക് എ ഡിഫറൻസ്. ഇവിടെ ഞങ്ങൾ വന്നത് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു.
വി റേസ്ഡ് ആൾ ദ മണി അവേഴ്സസ് ടു കം 6,000 മൈൽസ്. അപ്പോൾ അവർക്ക് കാനഡയിൽ നിന്ന് ഇവിടെ ബ്രസീലിലെത്താൻ വേണ്ടിയിട്ട് ഏകദേശം 6,000 മൈൽസ് വരണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ക്യാഷൊക്കെ അവർ തന്നെയാണ് പിന്നെ ഉണ്ടാക്കിയതെന്ന് പറയണം. ടു ടെൽ യു അഡൾട്ട്സ് യു മസ്റ്റ് ചേഞ്ച് യുവർ വേസ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? ടു ടെൽ യു അഡൾട്ട്സ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർ. അപ്പോൾ മുതിർന്നവരുടെ അടുത്ത് യു മസ്റ്റ് ചേഞ്ച് യുവർ വേസ്, നമ്മുടെ രീതികളൊക്കെ മാറ്റണം, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ എന്നതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്പീച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇവർ വന്നിട്ടുള്ളത്. സെവൻ സുസുകിയും അതുപോലെ തന്നെ എ ഗ്രൂപ്പ് ഓഫ് 12 and 13 year olds ഫ്രം കാനഡ. ലെറ്റ് us look the next paragraph. Coming here today, I have no hidden agenda. I am fighting for my future. Losing my future is not like losing an election or a few points in the stock market. I am here to speak for all generations to come. I am here to speak on behalf of the starving children around the world whose cries go unheard. I am here to speak for the countless animals dying across this planet because they have nowhere left to go. അപ്പോൾ ഇവരോട് സംസാരിക്കുന്നത് ഫസ്റ്റ് തന്നെ കമ്മിങ് ഹിയർ ടുഡേ ഐ ഹാവ് നോ ഹിഡൻ അജണ്ട. എന്താണ് ഹിഡൻ അജണ്ട? മീനിങ് സീക്രട്ട് ഇൻറ്റൻഷൻ. സീക്രട്ട് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ളൊരു ദുരുദ്ദേശം ഇല്ലാണ്ടെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളതെന്ന് പറയണം. കമ്മിങ് ഹിയർ ടുഡേ, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് എന്തിനാണ്? ഐ ഹാവ് നോ ഹിഡൻ അജണ്ട. പ്രത്യേകിച്ചൊരു ദുരുദ്ദേശമോ അല്ലെങ്കിൽ എന്താണ് മറഞ്ഞിരിക്കുന്ന ഒരു അജണ്ടയൊന്നും ഇല്ലാണ്ട് തന്നെ വന്നാണെന്ന് പറയാം. ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ ഫ്യൂച്ചർ. ഞാൻ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയും. ലോസിങ് മൈ ഫ്യൂച്ചർ ഈസ് നോട്ട് ലൈക്ക് എ ലോസിങ് ആൻ ഇലക്ഷൻ ഓർ എ ഫ്യൂ പോയിൻറ്റ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇതൊരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നത് അവിടുത്തെ മുതിർന്ന ആളുകളുടെ അടുത്താണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഐ ആം ലോസിങ് മൈ ഫ്യൂച്ചർ ഈസ് നോട്ട് ലൈക്ക് ക്ലോസിങ് ആൻ ഇലക്ഷൻ. എൻ്റെ ഭാവി നഷ്ടപ്പെടുക എന്നുള്ളത് ഞാനൊരു ഇലക്ഷന് തോൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ എന്താണ് എ ഫ്യൂ പോയിൻറ്റ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പോയിൻറ്റ്സ് എന്താണ് വിലയിടുന്ന പോലെയല്ല എന്ന് പറയണം. ഐ ആം ഹിയർ ടു സ്പീക്ക് ഫോർ ആൾ ജനറേഷൻ ടു കം. ഞാനിവിടെ സംസാരിക്കുന്ന എന്താണ്? വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് പറഞ്ഞു. ഐ ആം ഹിയർ ടു സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റാർവിംഗ് ചിൽഡ്രൻ അറൗണ്ട് ദ വേൾഡ് ഹൂസ് ക്രൈസ് ഗോ അൺഹേർഡ്. അപ്പോൾ തന്നെ അവരിവിടെ സംസാരിക്കുന്നത് സ്റ്റാർവിംഗ് ചിൽഡ്രൻ. സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന കുട്ടികളെ കുറിച്ചിട്ട് പറയാനാണെന്ന് പറഞ്ഞു. ഐ ഹിയർ ടു സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റാർവിംഗ് ചിൽഡ്രൻ അറൗണ്ട് ദ വേൾഡ്. അല്ലെ, ലോകത്ത് മൊത്തമുള്ള പട്ടിണി കിടക്കുന്ന കുട്ടികളെ കുറിച്ചിട്ട് സംസാരിക്കാനും കൂടിയാണ് ഞാൻ വന്നത്. ഹൂസ് ക്രൈസ് ഗോ അൺഹേർഡ്. അവരുടെ കരച്ചിലുകൾ ഇന്ന് ആരും കേൾക്കാതെ പോവുക. അപ്പോൾ കേൾക്കാതെ പോകുന്ന ആ പട്ടിണി കിടക്കുന്ന കുട്ടികളെ കുറിച്ച് സംസാരിക്കാനും കൂടിയാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. ഐ എം ഹിയർ ടു സ്പീക്ക് ഫോർ ദ കൗണ്ട്ലെസ് അനിമൽസ് ഡൈയിങ് അക്രോസ് ദിസ് പ്ലാനറ്റ് ബിക്കോസ് ദേ ഹാവ് നോ വെയർ ലെഫ്റ്റ് ടു ഗോ. അതുപോലെ തന്നെ പിന്നീട് അവർ സംസാരിക്കുന്നത് ടു സ്പീക്ക് ഫോർ ദ കൗണ്ട്ലെസ് അനിമൽസ്, അതായത് എണ്ണമില്ലാത്ത മൃഗങ്ങളെ കുറിച്ചിട്ട്. ദേ ആർ ഡൈയിങ് അക്രോസ് ദിസ് പ്ലാനറ്റ്. അവരെന്താണ് മരണപ്പെട്ടു പോകുക അല്ലെങ്കിൽ ചത്തൊടുങ്ങുന്ന ജീവജാലങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ബിക്കോസ് ദേ ഹാവ് നോ വേർ ടു ലെഫ്റ്റ് ടു ഗോ. കാരണം അവർക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ അവർ സ്വയം നശിച്ചു പോകുന്ന ആനിമൽസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. വി കനോട്ട് അഫോർഡ് ടു ബി നോട്ട് ഹേർഡ്. I am afraid to go out in the sun now because of the holes in the ozone. I am afraid to breathe their air because I don't know what chemicals are in it. പിന്നീട് അവർ ഡിസ്കസ് ചെയ്യുന്നത് വി കനോട്ട് അഫോർഡ് ടു ബി നോട്ട് ഹേർഡ്. എനിക്കൊരിക്കലും എന്താണ് ഒന്നും കേട്ടില്ല എന്ന് കരുതിയിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഐ ആം അഫ്രേഡ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ നോ ബിക്കോസ് ഓഫ് ദ ഹോൾസ് ഇൻ ദ ഓസോൺ. പിന്നീട് അവരിവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നം ഓസോണിൽ വന്നിട്ടുള്ള ഹോളിനെ കുറിച്ചിട്ടാണ്. ഓസോൺ പാളിയിൽ എന്താണ് ആകാശത്തിൽ ഉള്ളതാണ് ഓസോൺ പാളി. അപ്പോൾ അവിടെ വന്നിട്ടുള്ള പിന്നെ കുറേ ഹോൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ വന്നതോടുകൂടി ആ ഓസോൺ പാളിയിൽ വന്നിട്ടുള്ള ഹോൾസൊക്കെ കുറേ പോയി എന്നൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഐ ആം അഫ്രേഡ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ നൗ ബിക്കോസ് ഓഫ് ദ ഹോൾസ് ഇൻ ദ ഓസോൺ. ഇവർ പറയുന്നത് എന്താണ്? എനിക്ക് സൺലൈറ്റിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ എന്താണ് പേടിയാണ്. അഫ്രേഡ് മീൻസ് പേടിയാണ്. ബിക്കോസ് ഓഫ് ദ ഹോൾസ് ഇൻ ദ ഓസോൺ. ഓസോണിൽ വന്നിട്ടുള്ള ഹോൾ കൊണ്ടൊക്കെ. കാരണം അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ റേഡിയേഷൻ കൂടാൻ എന്താണ് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഐ ആം അഫ്രേഡ് ടു ബ്രെത്ത് ദെയർ എയർ ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് കെമിക്കൽസ് ആർ ഇൻ ഇറ്റ്. പിന്നെ പറയുന്നത് ഐ ആം അഫ്രേഡ് ടു ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ശ്വസിക്കാം. എനിക്ക് ശ്വസിക്കാൻ പോലും പേടിയാണെന്ന് പറഞ്ഞു. ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് കെമിക്കൽസ് ആർ ഇൻ ഇറ്റ്. എനിക്കറിയില്ല അതിൽ എത്രമാത്രം കെമിക്കൽസ് ഉണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ യൂസ് ടു ഗോ ഫിഷിംഗ് ഇൻ വൺ car with my dad until just a few years ago when we found the fish full of cancers.
And now we hear about animals and plants going extinct every day, vanishing forever. In my life, I have dreamt of seeing the threat herds of wild animals, jungles and rainforests full of birds and butterflies. But now I wonder if they will even exist for my children to see. Did you have to worry about these little things when you were my age? All this is happening before our eyes, and yet we act as if we have all the time we want and all the solutions. പിന്നീട് ഇവർ പറയുന്നത് ഐ യൂസ് ടു ഗോ ഫിഷിംഗ് ഇൻ വാൻകൂവർ. വാൻകൂവർ എന്നുള്ളതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, കാനഡയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഐ യൂസ് ടു ഗോ ഫിഷിംഗ്, ഞാൻ സാധാരണയായിട്ട് ഫിഷിങ്ങിന് പോവാറുണ്ടായിരുന്നു വാൻകൂവറിലേക്ക് വിത്ത് മൈ ഡാഡിയുടെ കൂടെ എന്ന് പറഞ്ഞു. അണ്ടിൽ ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് എഗോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷേ അവരിപ്പോൾ പോവാറില്ല. കാരണം എന്താണ്, വെൻ വി ഫൗണ്ട് ഫിഷ് ഫുൾ ഓഫ് ക്യാൻസേഴ്സ്, അവർ എന്താണ് കുറേ ക്യാൻസർ പിടിച്ച ഫിഷിനെ കണ്ടു. അപ്പോൾ അതോടുകൂടി അവർ ഫിഷിങ് നിർത്തി എന്ന് പറയുകയാണ്. ആൻഡ് നൗ വി ഹിയർ അബൌട്ട് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഗോയിങ് എക്സ്റ്റിങ്ക്റ്റ് എവരി ഡേ, വാനിഷിങ് ഫോർ എവർ. പിന്നെ പറയുന്നത് ആൻഡ് നൗ വി ഹിയർ അബൌട്ട് അനിമൽസ് ആൻഡ് പ്ലാന്റ് ഗോയിങ് എക്സ്റ്റിങ്ക്റ്റ്. എക്സ്റ്റിങ്ക്റ്റ് മീൻ ഡിസപ്പിയർ ഫോർ എവർ, അല്ലെങ്കിൽ വംശനാശം സംഭവിക്കാം. നമ്മൾ ഈയിടെയായിട്ട് ധാരാളം അനിമൽസും പ്ലാന്റ്സും ഒക്കെ വംശനാശം സംഭവിക്കുന്നത് നമ്മൾ കാണാറുണ്ടെന്ന് പറയുന്നത്. വാനിഷിങ് ഫോർ എവർ, വാനിഷിങ് എന്ന് പറഞ്ഞാൽ ഡിസപ്പിയർ അല്ലേ, അപ്രത്യക്ഷമാവുന്നത് നമ്മൾ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇൻ മൈ ലൈഫ് ഐ ഹാവ് ഡ്രീംഡ് ഓഫ് സീയിങ് ദ ഗ്രേറ്റ് ഹേർഡ്സ് ഓഫ് വൈൽഡ് അനിമൽസ്. പിന്നീട് അവർ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഐ ഹാവ് ഡ്രീംഡ് മീനിങ് സ്വപ്നം കാണാം. ഞാൻ സ്വപ്നം കാണാറുണ്ട്. എന്താണ് സ്വപ്നം കാണുന്നത്? സീയിങ് ദ ഗ്രേറ്റ് ഹേർഡ്സ് ഓഫ് വൈൽഡ് അനിമൽസ് അല്ലേ, വൈൽഡ് അനിമൽസിൻ്റെ, അതായത് കാട്ടിൽ ജീവിക്കുന്ന അനിമൽസാണ് വൈൽഡ് അനിമൽസ്. അപ്പോൾ അവരുടെ ഹേർഡ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം, അപ്പോൾ അവരുടെയൊക്കെ കൂട്ടങ്ങൾ അത് ഒക്കെ സ്വപ്നം കാണാറുണ്ട്. ജംഗിൾസ് ആൻഡ് റെയിൻ ഫോറസ്റ്റ് ഫുൾ ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. പിന്നെ അവരുടെ സ്വപ്നം എന്താണ്? ജംഗിൾസ് ആൻഡ് റെയിൻ ഫോറസ്റ്റ്. ജംഗിൾ മീനിങ് കാട് തന്നെ, കാടുകളിലും അതുപോലെ തന്നെ മഴക്കാടുകളിലൊക്കെ ധാരാളം പക്ഷികളും പൂമ്പാറ്റകളൊക്കെ പാറിപ്പറക്കുന്നൊക്കെ അവർ സ്വപ്നം കാണാറുണ്ട്. ബട്ട് നൗ ഐ വണ്ടർ ഇഫ് ദേ വിൽ ഈവൻ എക്സിസ്റ്റ് ഫോർ മൈ ചിൽഡ്രൻ ടു സീ. പക്ഷേ എനിക്കിപ്പോൾ അത്ഭുതമാണ്, കാരണം എൻ്റെ മക്കൾക്കൊക്കെ അത് കാണാൻ പറ്റുമോ, കാരണം അപ്പോഴേക്കൊക്കെ അത് എക്സിസ്റ്റ് ചെയ്യും, നിലനിൽക്കുന്നുണ്ടാവുമോ എന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതമാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവർ ചോദിക്കുന്നത് ഡിഡ് യു ഹാവ് ടു വറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വെൻ യു വേർ മൈ ഏജ്. നിങ്ങളും എൻ്റെ ഈ പ്രായമായപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് വറീഡായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഇത് ചെറിയ കുട്ടിയാണ്, അവരൊരു അഡൾട്ട്സിൻ്റെ അടുത്താണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ആൾ ദിസ് ഈസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു എന്താണ്, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലാണ് നടക്കുന്നത്. ആൻഡ് യെറ്റ് വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ഓൾ ദ ടൈം. നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും സമയമുണ്ടെന്ന് പറയുകയാണ്. വി വാണ്ട് ആൻഡ് ഓൾ ദ സൊല്യൂഷൻ. നമുക്ക് എല്ലാം തിരിച്ചെടുക്കാൻ പറ്റും, എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്ന പോർഷൻസ്. ഓക്കെ.